ഇഷ്ടമില്ലാത്ത അച്ചി എന്തു തൊട്ടാലും കുറ്റമാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ. എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു പറ്റം ജനത, അല്ലെങ്കിൽ ഒരു പറ്റം കൂട്ടം ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു കൂട്ടം സുരേഷ് ഗോപിക്ക് ചുറ്റുമുണ്ട്. ആ കൂട്ടർ സുരേഷ് ഗോപിക്കെതിരെ അടിക്കുമ്പോൾ അതിന് തിരിച്ചടിയായി മറുപടി നൽകുന്നത് പോലും നമ്മുടെ സംസ്ഥാനത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ജനങ്ങളാണ്. അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായി ഏറെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് അതിനൊക്കെ കൃത്യമായി മറുപടി നൽകുന്നത്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നെ ചൊറിയാൻ വരരുത്, വന്നാൽ ഞാൻ ഭരത്ചന്ദ്രനാകുമെന്ന്. തന്റെ പ്രസ്താവനകളെ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ച സുരേഷ് ഗോപി രംഗത്ത് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു വരി പറഞ്ഞുകൊണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹോദരന്മാരെ പോലെയാണ് കാണുന്നത്. എന്നാൽ ചിലർ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. എന്നോട് എങ്ങനെയാണോ നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ ആയിരിക്കും ഞാനും. ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവന വളച്ചൊടിച്ചതിനെതിരെയാണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ IPS നിന്നും ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലേ എന്ന വിമർശനത്തിന് മറുപടിയുമായാണ് സുരേഷ് ഗോപിയും രംഗത്ത് വന്നത്. അയാൾ ഇപ്പോഴും സിനിമയിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അയാൾ ഇപ്പോഴും ഭരത്ചന്ദ്രനാണെന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്താ ഭരത്ചന്ദ്രനൊരു കുഴപ്പം? എന്റെ തണ്ടലിന്റെ ഗുണമാണ് ഞാൻ കാണിക്കുന്നത്. അത് ഭരത്ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ചാണ് വരുന്നത്. ഭരത്ചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര IPSകാരാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നത് എന്ന് അന്വേഷിക്കൂ. മലയാളികൾ മാത്രമല്ല, രാജ്യം മുഴുവൻ ഓഡിറ്റ് ചെയ്തു നോക്കൂ. അപ്പോഴറിയാം. നിങ്ങളത് പറയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു, പക്ഷെ അതിന്റെ മറ്റൊരു വശം ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത്. കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ IPS നിന്നും ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ല എന്ന വിമർശനത്തിന് മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത്. അയാൾ ഇപ്പോഴും സിനിമയിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അയാൾ ഇപ്പോഴും ഭരത്ചന്ദ്രനാണെന്നാണ് ചിലർ പറയുന്നത്. അത്തരം ഭാവങ്ങളാണ് ഉള്ളതെന്നും പറയുന്നു. ചിലർ പറയുന്നു തനിക്ക് സിനിമ മതി, ഭരത്ചന്ദ്രനായി ഇരുന്നാൽ മതി എന്നും പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു വർത്തമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു ഡയലോഗിനെ വിമർശിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ അല്ല, എന്നാൽ ചില നേരിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപി തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. അതിന് ശേഷം ഇപ്പോഴത്തെ സമൂഹ മാധ്യമത്തിലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരികയും ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാവങ്ങളുടെ പടത്തലവൻ, കേരളത്തിന്റെ അഭിമാനം, വികസന നായകൻ, അതാണ് സുരേഷ് ഗോപി സർ എന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലർ എന്നാൽ പറയുന്നു, സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും സ്വന്തം ആത്മാവിൽ നിന്നും വരുന്നതാണ്, അത് കയറി ചൊറിയാൻ നിൽക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് പ്രതിവിധി. ഇക്കാര്യത്തിൽ മോദിയുടെ പാത തന്നെ തിരഞ്ഞെടുക്കുന്നതാകും നല്ലത് എന്ന് പറയുന്നവരുമുണ്ട്. സുരേഷ് ഗോപി സിനിമാ ശൈലിയിൽ തന്നെ പറയേണ്ടത് അസൂയാത്മകർ പലതുമായി അതിനെ വളച്ചൊടിക്കുന്നുമുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെ പറയട്ടെ എന്നാണ്. മറുപടി നന്നായി, ചൊറിയാൻ വരുന്ന മാപ്രകളെ മാന്തി വിടണം. സുരേഷ് ചേട്ടാ, താങ്കളെ നല്ല ഇഷ്ടമാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെറുതെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. അത് ഭാവിയിൽ അങ്ങേക്ക് ഒരുപാട് ദോഷം ചെയ്യും. മാധ്യമങ്ങളായിട്ടുള്ള സംസാരം നിർത്തുക. നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന്, താങ്കൾക്ക് നല്ല ഒരു അറിവുണ്ടല്ലോ, അത് ചെയ്താൽ മതി. അതാണ് അങ്ങേക്ക് നല്ലത്. ഒരു എളിയവന്റെ അഭ്യർത്ഥന കൂടിയായി ഇത് കാണുക. സുരേഷ് ഗോപി ശരിയാണ്. അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ഒരു മാതൃക കൂടി തന്നെയാണ്. അല്ലാതെ തമ്മിൽ വെട്ടിനിരത്തുകയും ആക്ഷേപിക്കുകയും അല്ല വേണ്ടത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് ജനസേവനം നടത്തുക. നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും അതാണ് വേണ്ടത്. ചോദ്യ നക്ഷത്രം കൂടിയാണ് സുരേഷ് ഗോപി സർ, യു ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ നിരവധി ആളുകൾ കമന്റുമായി വരുന്നുണ്ട്. കാരണം ഈ ഒരു കമന്റൊക്കെ വായിക്കാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇപ്പോഴും വളച്ചൊടിച്ച്, അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയെ മാറ്റി നിർത്തിക്കൊണ്ട്, വളരെ പുച്ഛിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ മലയാളികൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ മലയാളികൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് ഈ കമന്റുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.